നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. 2025 ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷനായ 1600 രൂപ ഉടൻ തന്നെ അവരുടെ അക്കൗണ്ടുകളിലെത്തും. അതിനുള്ള എല്ലാ ക്രമീകരണവും ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ ആദ്യം ആർക്കാണ് പെൻഷൻ എത്തുക? അതുപോലെ തന്നെ ഇപ്പോഴും പല ആളുകൾക്ക് കഴിഞ്ഞ മാസത്തെ പെൻഷനിൽ 1300 മാത്രമാണ് ലഭിച്ചത്, അല്ലെങ്കിൽ 1400 മാത്രമാണ് ലഭിച്ചത്. അത് ഫുള്ള് ലഭിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെല്ലാം കുറിച്ച് നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസങ്ങളിലെല്ലാം 1300 മാത്രം ലഭിച്ച ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് 300 രൂപ ഇപ്പോഴും ബാക്കിയാണ്. അങ്ങനെ 5-6 മാസങ്ങളോളമായി 300 രൂപ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ 400 രൂപ ലഭിക്കാത്ത ആളുകളുണ്ട്. അവർക്ക് കഴിഞ്ഞ മാസങ്ങളിലും അതിന് മുമ്പത്തെ മാസങ്ങളുമെല്ലാം കേരള സർക്കാരിൻ്റെ വിഹിതം മാത്രമാണ് എത്തിയിട്ടുള്ളത്. എന്നാൽ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം അവർക്ക് എത്തിയിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായും അവരുടെ ബാങ്ക് അക്കൗണ്ട് ശ്രദ്ധിക്കുക. അതിലെന്തെങ്കിലും രൂപത്തിലുള്ള KYC ചെയ്യാൻ ബാക്കിയുണ്ടോ എന്ന് അന്വേഷണം നടത്തുക. പല ആളുകളും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്തത്, അല്ലെങ്കിൽ പാൻ കാർഡുമായി ലിങ്ക് ചെയ്യാത്ത അക്കൗണ്ടിലേക്കാണ് പെൻഷൻ വരുന്നത്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇപ്പോൾ ബുദ്ധിമുട്ട് വരുന്നതാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. നിർബന്ധമായിട്ടും അങ്ങനെയുള്ള ആളുകൾ ആധാർ കാർഡുമായി ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ പാൻ കാർഡുമായി ലിങ്ക് ചെയ്യുക, പുതിയ ഫോട്ടോ കൊടുക്കുക, അങ്ങനെ KYC പൂർത്തിയാക്കുക. എന്നിട്ടും പണം വരുന്നില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ അവരുടെ ബാങ്ക് പെൻഷൻ പോർട്ടലുണ്ടെങ്കിൽ അത് ക്രമീകരിച്ച് ശരിയാക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് തുടർന്നും അവർക്ക് മാസത്തെ പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഇനി കഴിഞ്ഞ മാസങ്ങളിലെല്ലാം 1600 രൂപ ലഭിച്ചു, അല്ലെങ്കിൽ അതിന് പിറ്റേന്ന് തന്നെ 300 രൂപ ലഭിച്ച ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഇന്നോ നാളെ തന്നെ അവരുടെ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടിലെത്തും. ഇന്ന് ശിവരാത്രി ആയതിനാൽ ചിലപ്പോൾ ഇന്ന് എത്തുകയില്ല, ചിലപ്പോൾ നാളെ രാവിലെ ആയിരിക്കും എത്തുക. ഏതായാലും ഇന്നോ നാളെ ആയി തന്നെ പൂർണ്ണമായും വിതരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ ആലോചിക്കുന്നത്. ഒരു മാസത്തെ പെൻഷനാണ് ഇപ്പോൾ അവർക്ക് ലഭിക്കുക. എന്നാലും കഴിഞ്ഞ ജനുവരി മുതൽ പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയെന്ന് കറക്റ്റായി മനസ്സിലാക്കുക. അതിനവരുടെ പെൻഷൻ പോർട്ടൽ വഴിയോ, അല്ലെങ്കിൽ വാർഡ് മെമ്പർ മുഖേനയോ, അല്ലെങ്കിൽ പഞ്ചായത്ത് നേരിട്ട് അന്വേഷണം നടത്തി എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെന്ന് കറക്റ്റായി മനസ്സിലാക്കുക. അതിനുശേഷം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ തുടർന്നും അവർക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും സർക്കാർ തലത്തു നിന്നും ലഭിക്കുന്നതാണ്. പല ആളുകളും സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ യഥാസമയം ചെയ്യാത്തത് കൊണ്ടാണ് പെൻഷൻ ലഭിക്കാത്തത്. ഇപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാത്ത ആളുകൾ, ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്ത ആളുകൾ, പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്ത ആളുകൾ, അതുപോലെ തന്നെ മറ്റൊരു കൂട്ടരാണ് പെൻഷൻ മസ്റ്റിനും ചെയ്യാത്ത ആളുകൾ. സർക്കാർ പറയുന്ന കാര്യങ്ങൾ യഥാസമയം ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് തുടർന്നും അവർക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ മാത്രമാണ് നമ്മുടെ ചാനൽ വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.